ചിരിയുടെ പുതിയൊരു രസക്കൂട്ടുമായി കോമഡി മസാലയുടെ ഒരു പുത്തൻ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ ഈ ഷോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങൾ നെൽസൺ ശൂരനാട് ആൻഡ് ഉല്ലാസ് പന്തളം. സോ ഉല്ലാസ് ചേട്ടൻ, നെൽസൺ ചേട്ടാ, രണ്ടുപേർക്കും വെൽക്കം ടു ദി ഷോ. താങ്ക് യു. നമ്മൾ പുതിയ പൂക്കട ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആരും ചോദിക്കാറില്ലേ പൂന്തോട്ടത്തിന് കാവൽക്കാരായിട്ട് ഞങ്ങൾ അവിടെ പോയിരിക്കാം? എന്താ? ഓ, ഞാൻ പൂന്തോട്ടത്തിന്റെ ഉടമസ്ഥർ എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് കാവൽക്കാരാവാനാണ് താല്പര്യം? നമുക്ക് അങ്ങനെ അഹങ്കാരം. അതെ, ഉദ്യാനപാലകൻ. അതെ, നല്ല പ്രശ്നം. മമ്മൂക്ക വരെ ചെയ്ത വേഷമാണ്. അപ്പൊ അവിടെ പോയിരുന്നോളൂ രണ്ടുപേരും. സ്കിറ്റുമായി വേദിയിലേക്ക് എത്തുന്നു ടീം സൂപ്പർ ജോക്കേഴ്സ്. ഇവിടെ കൊണ്ടുവച്ചേ. ആഹാ, കൊള്ളാല. എന്റെ മുറ്റത്ത് ഈ കിഴിക്കെട്ട് കൊണ്ടുവയ്ക്കാൻ മാത്രം ധൈര്യമുള്ളവനാ. എന്തോ അത്? ഇനിയിപ്പോ വല്ല കള്ളന്മാര് എങ്ങാനും. അത് വഴിയില്ല. എന്തോ ഒരു ചെയ്തു വെച്ചേക്കുന്നേ. എന്റെ ദൈവമേ, ആ നിധി. അയ്യോ, ഇന്നലെ ഞാൻ പുലർച്ചെ സ്വപ്നം കണ്ടതാ. അയ്യോ നിധി, ഈശ്വര, ദൈവമേ, ഈശ്വരന്മാരെ, എന്റെ പ്രാർത്ഥന നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് നിധി കാണിച്ചു തന്നു. അയ്യോ, ആരെങ്കിലും ചേട്ടാ, ചേട്ടാ. ഓ, ഈ മനുഷ്യൻ ആവശ്യം നേരത്തെ ചെവി വെക്കൂല. സുധാകരേട്ടാ, ഇതെവിടെ മനുഷ്യൻ നിങ്ങളെ? നീയായിരുന്ന? ഞാൻ വിചാരിച്ചു നമ്മളെ ടർക്കി കോഴിനെ പട്ടി പിടിച്ചിരിക്കും. പിന്നെ അതെ, ഈ വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കൂ? പിന്നെ ഫലിക്കും. എടി, നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്റെ 30ാമത്തെ വയസ്സിൽ ഇതുപോലെ വെളുപ്പാൻ രാവിലെ ഞാൻ ഒരു സ്വപ്നം കണ്ടായിരുന്നു. എനിക്ക് വലിയൊരു അപകടം ഉണ്ടാവുന്നു. ആ, അതാണ് നീ. അയ്യടാ മനുഷ്യ, കല്യാണത്തിന് മുമ്പ് എന്റെ പിന്നല്ല നടന്നു നിനക്ക് ഓർമ്മയില്ല അല്ലേ? അത് പിന്നെ കൊച്ചിലെ മുട്ടായിനുമ്പോ നമ്മൾ അറിയണം, വലുതാകുമ്പോ പല്ല് കേടാവും. ആ ശരി, നിങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേ, ഒരു സന്തോഷ വർത്താനുണ്ട്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. സത്യം? ആ, എന്റെ പൊന്നു ഭഗവാനെ, കല്യാണം കഴിഞ്ഞിട്ട് 6-7 മാസമായി. എന്തായാലും എനിക്കൊരു കുഞ്ഞിക്കാരി കാണാൻ പറ്റില്ല. എനിക്ക് വളരെയധികം സന്തോഷം ഭഗവാനെ. നീ ഇനി ഒരു ജോലിയും ചെയ്യണ്ട കേട്ടാ. നീ തൂക്കൊന്നും വേണ്ട, നീ അവിടെ പോയിരി കേട്ടോ. വയറ് നോക്കണം കേട്ടാ. നിനക്ക് എന്തെങ്കിലും വേണമല്ല, പുളിയാ മാങ്ങയൊക്കെ വേണമെങ്കിൽ പറ, ഞാൻ മേടിച്ചു തരാം. അയ്യടാ, പറഞ്ഞു തീർന്നാ എന്റെ മനുഷ്യ? അതല്ല, ദേ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞില്ലേ, നമുക്ക് നീതി കിട്ടി. ഓടി മാറി. പിന്നെ നീതി ഇവിടെ വീട്ടിൽ ചേട്ടാ, ഞാൻ ചേട്ടനോട് പറയാറില്ല ഞാൻ എന്നൊരു സ്വപ്നം കാണാറുണ്ടെന്ന്. നീ ആരെയാണ് സ്വപ്നം കാണുന്ന എനിക്കറിയാം, അത് നീ എന്നോട് പറയാൻ. അതല്ല, ആ സ്വപ്നം ഫലിച്ചു. നീതി കിട്ടിയെന്ന്. നിനക്ക് എവിടെ നിന്ന് നിധി കിട്ടിയെന്ന്? നമ്മുടെ മുറ്റത്ത്. പിന്നെ നമ്മുടെ മുറ്റത്ത് ആരും നിധി കൊണ്ടിട്ടുണ്ട്? നീ പോടി, ചുമ്മാ ആവശ്യമില്ലാതെ പറ്റി. മനുഷ്യനെ ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കാൻ? എന്റെ ദൈവമേ, ഇത് മനുഷ്യ നീതി കിട്ടി. കാണിച്ചു തരണോ? നോക്കട്ടെ. നീതിയും പുല്ലൊന്നും അല്ല, വേറെ നീതിയാണ്. പിന്നെ നീതിക്ക് ഇങ്ങനെ നീളമൊന്നുമില്ല. ഇതില് നിറച്ച് സ്വർണ്ണനാണയം. അയ്യോ, ചിലപ്പോ അറിയാൻ പറ്റൂല. അതെ ചേട്ടാ, നമ്മുടെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ടേ ദൈവം നമുക്ക് തന്ന സമ്മാനാണത്. അയ്യോ, ഇവിടെ വെച്ചല്ല, അകത്ത് വെച്ച്. സുധാകര, സുധാകര. അയ്യോ ഏട്ടാ, ദാണ്ട ഒരു അശരീരി കേൾക്കുന്നു. അത് അശരീരിയൊന്നും അല്ല, ആശാരി ബാബുവാണ് എന്നെ പണിക്ക് വിളിക്കുന്നത്. സുധാകരണ്ണ, നിങ്ങൾ ഇന്നലെയും പണിക്ക് വരാന്ന് പറഞ്ഞ തേച്ച്. അത് പോയിട്ട് ഞാനും 2 ദിവസമായിട്ട് പണിക്ക് പോണില്ല. ഇപ്പൊ ഞാൻ വന്നത് എനിക്കൊരു 10,000 രൂപ വേണം കടമായിട്ട്. നമ്മളെ പൈസ ഒന്നും ഇടാ. നീ പോ. അതെന്തോന്നാണ്, എനിക്ക് അത്യാവശ്യമാണ്. കടമായിട്ട് 10,000 രൂപ തന്നെ. എടാ, നമുക്ക് അടുത്തോട്ട് വരാൻ നമുക്ക് 2 പനിയാണ്, പടരും. പോ. പനിയായിട്ട് നിങ്ങൾ ആശുപത്രി പോകുന്ന എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കെട്ടിയിട്ടില്ല. അതിന് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. അപ്പൊ എന്തോ ഉണ്ട്, എന്തോന്നാ വിളിക്കണ എന്നെ? വേറെ ഒന്നുമില്ലടാ. എന്തോ ഉണ്ട്, എന്തോന്നാ പറയണ? എടാ, വേറെ ഒന്നുമില്ല. നിനക്ക് പൈസയുടെ അത്യാവശ്യം തരും. പൈസയുടെ അത്യാവശ്യം വേറെ ഒന്നുമല്ല. ഇന്നലെ സഹോദരിയുടെ വീട്ടില് അവള് രാവിലെ ഇങ്ങനെ മുറ്റം അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചുമല പട്ടിലെന്തോ കൊണ്ട് ആരോ ഇട്ട്. അവള് തുറന്നു നോക്കിയപ്പോ മുട്ട, കോഴിത്തല, കുറെ ഭസ്മം, എന്തൊക്കെയോ. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇതും പറഞ്ഞുകൊണ്ട് അളി ഇന്നലെ റോഡിലോട്ട് ഇറങ്ങിയപ്പോതാ കാറടിച്ച് 2 കൈ ഒടിഞ്ഞപ്പോ വീട്ടിൽ കിടക്കുക. അളി എന്തോ
ഇവിടെ തൂത്തോടുന്നപ്പോ കിട്ടിയടാ. ഇതുപോലത്തെ ഒരു സാധനം തന്നെ സഹോദരി തൂത്തോടുന്നപ്പോൾ കിട്ടിയത് തന്നെ. ഓ ഇത് കൂടോത്രം. അല്ല ഇത് നിധിയാ. എന്റെ പൊന്നി ചേച്ചി നിങ്ങളെ ഭർത്താവ് കൂടെ തെറ്റാൻ വേണ്ടിട്ട് ആരോ ഇവിടെ കൊണ്ടിട്ട കൂടോത്രം. അതൊക്കെ പറഞ്ഞു ഇത് ചെയ്തിടാൻ നിങ്ങൾക്ക് ആരാണ് ഇവിടെ ഇത്ര വലിയ ശത്രു? എടാ, എനിക്കിപ്പോ ശത്രു എന്ന് പറഞ്ഞാൽ ഇവളെ അച്ഛൻ എന്റെ അമ്മാവൻ. എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ല. എന്റെ അച്ഛൻ ആരാന്ന് അറിയോ നിനക്ക്? അങ്ങനെ എന്റെ അച്ഛൻ ആരാന്ന് അറിയോന്ന്? ഇതിന്റെ പേരും പറഞ്ഞാണ് സ്ഥിരം വീട്ടിലടി. നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കാതാ. ഇതിനൊരു പരിഹാരം ഇതെടുത്ത് മാറ്റില്ല ഇവിടെ പ്രശ്നങ്ങളാവുമെന്ന്. എടേ, ഇതിപ്പോ എങ്ങനെ എടുത്ത് മാറ്റാം? ഇതിപ്പോ എന്താന്ന് വെച്ചാൽ എടുത്ത് ചെയ്യും അങ്ങോട്ട്. അടാ തുടരുത്. കണ്ട സ്ഥിതിക്ക് ഇനി തൊട്ട അത് പണിയാണ്. അതുകൊണ്ട് അത് തുടരുത്. ഇനിയിപ്പോ എന്തൊരു ഇവിടെ? ഇനിയിപ്പോ എന്തോന്ന് ചെയ്യേ? ഒരു കാര്യം ചെയ്യാം. എന്തായാലും ദൈവമായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. സഹോദരി വീട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഇത് പരിഹരിച്ചത് നമ്മുടെ കുട്ടായി മന്ത്രവാദി. പൊട്ടനാ? പൊട്ടല്ല കുട്ടായി. കുട്ട മന്ത്രവാദി ഉണ്ട്. ഞാൻ കുട്ട മന്ത്രവാദി വിളിക്കാം. മന്ത്രവാദി വിളിച്ചാൽ മന്ത്രവാദി വരും, എല്ലാം ശരിയാക്കും. ഓ ശരിടാ. ഹലോ 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 മന്ത്രവാദി. ആ മന്ത്രവാദി. ഞാൻ ബാബു. ബാബു. വാവോ? ആ ബാബു. ആ നമ്മുടെ ജംഗ്ഷനിൽ ഇപ്പൊ പുതിയതായിട്ട് താമസിക്കാൻ വന്നില്ലേ സുധാകരണ്ണ? ഓ ഒരു സുന്ദരി പെണ്ണ കൊള്ളാമല്ലോ. അതിനെ പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ സുധാകരന്റെ വീട്ടിലൊരു ചെറിയ പ്രശ്നം, ഞങ്ങളുടെ സഹോദരിയുടെ വീട്ടിലുണ്ടായ അതേ പ്രശ്നം. ഓ ഓ ഓ ഒന്ന് ഇതുവരെ വരുമോ? ആ വരാം വരാം വരാം. മന്ത്രവാദി വരാൻ ഏറ്റിട്ടുണ്ട്. ഇനി നിങ്ങളൊന്നും പേടിക്കൊന്നും വേണ്ട, എല്ലാം അങ്ങനെ നോക്കിയോളൂ. എന്നാലും എന്റെ ഡൗട്ട് അതല്ലണ്ണ, ഇതാരിവിടെ കൊണ്ടിട്ട്? അതല്ലേ നമുക്ക് അറിയാൻ വയ്യാത്ത. ഇയാളെന്തോന്നാ പെട്ടിക്കടയല്ലേ തൂണ? എന്ത് ചുണ്ണാമ്പൊക്കെ വരുത്തി അത് ഭക്ഷണം പരിത്തി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞാത്തോണ്ടാണ്. ചുട്ട കോഴിയെ പിഴപ്പിച്ച ആളാണ്. അല്ല പറപ്പിച്ച ആളാ അങ്ങനെ. അങ്ങനെ. അയ്യ അപ്പൊ ആരാ വിളിച്ച തന്നെ? ഞാനാ വിളിച്ചത്. അണ്ണനാ പ്രശ്നം. നിങ്ങൾക്ക് വേണ്ടിട്ടാണോ? അപ്പൊ ഇവിടെ നിങ്ങളെ കിണർ ഏത് ഭാഗത്തായിട്ടാണ്? വീട്ടിന്റെ പുറത്താണ് കിണറ്. പിന്നെ വീടിന്റെ പുറത്തല്ല, അകത്താരെയും കൊണ്ട് കിണർ വെക്കോ? എന്താ ഇയാൾ ഈ പറയണേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി കാലുമേലും ഒക്കെ കഴിയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ കിണറ്റില് വെള്ളമില്ല കേട്ടോ. നിങ്ങളൊക്കെ ഇത് എന്താ വെള്ളമുള്ള ഭാഗത്തല്ലേ കിണർ കുഴിക്കേണ്ടേ? അറബിക്കടലിൽ തോനെയും വെള്ളം ഉണ്ടല്ലോ എന്നും പറഞ്ഞ ആരെങ്കിലും അവിടെ പോയി കിണർ കുഴിക്കണം. ആളൊരു രസികനല്ലേ? അതെ പിന്നെ ഞാൻ അതെ അവിടുന്ന് ഇങ്ങനെ നോക്കി പറയോ? എവിടെ അതല്ല അങ്ങ് നോക്കി പറയോന്ന്. എങ്ങനെയാണ്? അതല്ല മന്ത്രവാദി, ഈ ഗണിച്ച് പറയോന്ന്. ഗണിച്ചു നോക്കോന്നോ? ആ നോക്കും. ഗണിച്ചു നോക്കാൻ അറിയാം എനിക്ക്. പറഞ്ഞോ. ഗണിച്ചു നോക്കാം. മകം നാള് നല്ലതാണോ? മകൻ നാളാണോ? മകൻ പിറന്ന മങ്ക, പൂരം പിറന്ന പുരുഷൻ. എന്താ ചേർച്ച? അയ്യോ അതെനിക്കും എന്റെ സുധാകരേട്ട നാള് മൂല. അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്റെ നാളാ പൂരം. എന്താ ചേർച്ച? അതെ, കൊച്ചിനെ എടുക്കാൻ വന്നാൽ കൊച്ചിനെ എടുത്താൽ മതി, അല്ല തള്ള എടുക്കണ്ട. നല്ല രസികനാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്നെ ഇവിടെ ചെറിയൊരു വിഘ്നം ഞാൻ കാണുന്നു. ഇവിടെ ആരെങ്കിലും വാഹനം ഓടിക്കുന്നവരാരെങ്കിലും ഞാൻ വണ്ടി ഓടിക്കും. ഉണ്ടോ? ഐ മീൻ ഇരുചക്രം വാഹനം ഞാൻ. അയ്യോ എന്റെ ചേട്ടൻ ചാവാറായേ. എന്റെ ചേട്ടൻ ചാവാറായേ. എന്താ കാര്യം? മറന്നല്ല, ഞാൻ നിങ്ങൾ വിളിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ പോന്നു. എന്റെ കവടിയും ശംഖു കൊടുത്തില്ല. വീട് വരെ ഒന്ന് പോയിരുന്നെങ്കിൽ പെട്ടെന്ന് ഇത് എടുത്തോണ്ട് വരാമല്ലോ. അപ്പൊ അതൊന്നും എടുക്കാതാണ് ഇങ്ങോട്ട് വന്നത്. അല്ല കുഴപ്പമില്ല, ഒരു കവടി ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ വിഷയമില്ലല്ലോ. ഓക്കെ അല്ലോ. അയ്യോ അതൊക്കെ പോട്ടെ. ഇവിടെ കന്നിമൂല ഏത് ഭാഗത്തായി വീടിന്റെ? വെള്ളിമൂങ്ങ. വെള്ളിമൂങ്ങ അല്ല, കന്നിമൂല. കന്നിമൂല എവിടെയാണ്? ആ മൂലയ്ക്ക് വല്ല കാണൂടാ. അവിടെ പോയിട്ട് ഒരു പിടി മണ്ണം ഇങ്ങോട്ട് വരക്കൊണ്ട് വരിക. ഞാനോ? പിന്നെ ഞാനോ? പോക്കോളാ. അതെന്താ അവനെ പറഞ്ഞു വിട്ടാ അങ്ങോട്ട്? ഞാനിവിടെ വന്നപ്പോഴേ അവൻ ശ്രദ്ധിക്കണം. അവന് ചെറിയൊരു പണി ഞാൻ കൊടുത്തത് തന്നെ. അവൻ പോയിട്ട് പിന്നെ എന്തിനാ ഈ വീടിന്റെ കിഴക്ക് ഭാഗം ഏതാണെന്ന് പറയാം. ഈ സ്ഥലത്തിന്റെ കിഴക്ക് ഭാഗം. കിഴക്ക് എവിടെ? 3 കിഴക്കുണ്ടോ അവിടെ? അല്ല നമ്മളിപ്പോ ഈ ഇടയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്, പുതിയതായിട്ട് വന്നത്, അപ്പൊ അറിയാൻ വയ്യ. അതാണ്. ഒരു അടി ഞാൻ അടിച്ചാൽ തെക്കോടക്കണ വീഴും. പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് കിഴക്ക്. പറഞ്ഞ മനസ്സിലായല്ലോ. നിങ്ങൾ കുറെ കാലം കൊണ്ട് ആ വിചാരം പൂജായിട്ട് നടക്കണല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇവരെ കിഴക്ക്? നിങ്ങളെ വീടിന്റെ കിഴക്ക് ഏതാണ്? അത് 16-ാം പാട്ടല്ലേ? അവിടുത്തെ കിഴക്ക് വേറെ. ഇത് 6-ാം പാട്ട്. അത് നമ്മളെ മിസ്റ്റേക്കാണ്. ഒന്നാമത് ഞാൻ കീഴും കിടക്കില്ല നിൽക്കണം. എന്നെ കൂടെ വട്ട് പിടിപ്പിക്കരുത്. പറഞ്ഞാൽ അപ്പൊ നോക്കട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ റെഡിയാക്കി തരാം. ഓക്കെ. എവിടെ ചെന്നാലും ആദ്യം ഈ സാധനം കിട്ടയില്ല. ശശിവർണം ചതുർപ്പുതേ ശശിവർണം. ശശി വരൂല, ശശി വരൂല. അവൻ പറഞ്ഞു വരില്ല. നിങ്ങൾ എന്നെ വട്ട് പിടിപ്പിക്കരുത്. ഇത് ശ്ലോകത്തിന്റെ ആദ്യ ഭാഗമാണ്. പറഞ്ഞു മനസ്സിലായി? ശുക്ലാംബരം ശശിവർണം പ്രത്യേകം പ്രതിവേശതേ നരസരിതമാത്മനം കിന്നുമേ ഭസ്മിതുല്യം നാരീണാന്റെ മനോഹരം ശ്രമകരം അതെന്റെ ഭാര്യയാണ്. അല്ലേ? അവരുടെ ബാധ ഒഴിപ്പിക്കാനല്ലേ എന്നെ വിളിച്ചേ? അതൊരു ഒഴിയാവാതെയാണ് പോകൂല.
അങ്ങനെ സംഭവം. പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചെന്ന് പറയും നിങ്ങള്? സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കണ്ട, ഇത് കണ്ട, ഇവള് തൂക്കാൻ വന്നപ്പോ ഇവിടെ കെട്ടിക്കൊണ്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇതെന്തെന്നറിയാം? ഇതിന്റെയൊക്കെ വല്ല ആവശ്യമാണ്. ഞാനിവിടെ വന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പരിഹാരം ഞാൻ കാണത്തില്ല. വന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചില്ലല്ലോ ഇത് പറയാൻ. സംഭവം എന്താ? സംഭവം എന്താ അറിയാൻ നിങ്ങളെ വിളിക്കേണ്ട കാര്യം. നീയും രസികനാ, ഇവിടെ എല്ലാവരും രസികൻ. ഇന്ന് നീയും കൂടെ ഉള്ള രസികത്തിയാവാൻ. അയ്യോ, അപ്പോഴേ ഇത് പേടിക്കാനായിട്ടൊന്നുമില്ല. ഇത് നിസ്സാരമായ ഒരു കിണ്ടിയാണ്, മനസ്സിലായില്ലേ? ഇത് എങ്ങനെ ഇവിടെ വന്ന് പെട്ടതാണ്. ഇത് ഞാൻ നോക്കിയിട്ട് എന്റെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. വലിയ വെയിറ്റ് ഒന്നും ഇല്ല ഇതിനിപ്പോ. അല്ലെന്ന്, ഈ മന്ത്രത്തിന്റെ ഇത് വെച്ച് എനിക്ക് എന്റെ മന്ത്രത്തിൽ പോകില്ല ഇത് സംഭവം. അങ്ങനെ അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു മൂളമുള്ള ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് റെഡിയാക്കിയാ പോലെ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ പെട്ടെന്ന് ഇഞ്ഞ് കയറി പോന്നതല്ലേ. ഒരു കാര്യം ചെയ്യാം, എന്തായാലും നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, കിണ്ടിയല്ലേ, വേറെ വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാത്തിനും കാരണം നിങ്ങൾ ഈ ഭാര്യയാണ്. എല്ലാത്തിനും കാരണം കയറ്റി ഇവിടെ അവൾ അങ്ങോട്ട് ഇവിടെ പിടിച്ചു ചേർത്താൽ കയറി പോടി. കൊച്ചേ, നിന്റെ അടുത്താണ് കയറി പോകാൻ പറഞ്ഞത്. നിനക്കാണ് നേരത്തെ പറഞ്ഞത് അവളെ കയറി പോകത്തില്ല. ഇല്ല, ഞാൻ പറയാൻ വന്നല്ലേ. ആ സാറാ, സാറെന്താ ഇവിടെ? അപ്പുറത്തൊരു ചെറിയ പെറ്റി കേസ് ആയിട്ട് വന്നതാണ്. എന്താ ഇവിടെ ഒരു ബഹളവും ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടുത്തെ ചേച്ചിയെ രാവിലെ മുറ്റം അടിക്കാൻ ഇറങ്ങിയപ്പോ ഇവിടെ ഒരു കിഴി കിട്ടി. ഈ കിഴി തുറന്നു നോക്കി വേറെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. അത് ഒരു കിണ്ടിയായിരുന്നു. ഇനിയിപ്പോ അത് പുരാതന കാലത്തെ പോലെ സാധനമാണെങ്കിൽ നമ്മൾ ഇതിന്റെ പിറകെ കിടന്ന് തൂങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കും. അല്ല, ഇങ്ങനെ വല്ല സാധനമൊക്കെ കളഞ്ഞു കിട്ടിയാലേ അപ്പോഴേ സ്റ്റേഷനിൽ അറിയിക്കണ്ടേ? അറിയിക്കാൻ വന്നപ്പോഴേ സാറിന് ഇവിടെ വെച്ച് കണ്ടത്. ഒരു കാര്യം ചെയ്, ബൈജു സാറ് വണ്ടിക്കകത്തോണ്ട് ഞാൻ വിളിക്കാം സാർ. കിണ്ടി വൈജുവാ? കിണ്ടി ബൈജു നിങ്ങൾക്ക് അറിഞ്ഞൂടാണ് അങ്ങേരെ ഇരട്ട പേര് കിണ്ടിന്നാണ്. അങ്ങേരെങ്ങാൻ ഇത് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കളിയാക്കണം പറഞ്ഞാൽ അങ്ങനെ എടുത്ത് ഇടിക്കും. അല്ല, ഒരു കാര്യമുണ്ട്, നമുക്ക് കിണ്ടിന്ന് പറയണ്ട, ഇത് കാണിക്കാലോ, കിണ്ടി കാണിക്കാലോ. ഇതൊന്നും കാണിക്കൊന്നുമില്ല. ഒരുത്ത അവിടെ കിണ്ടി വിൽക്കാൻ വന്നവരെ പിടിച്ചെടുത്തിട്ട് അകത്ത് ഇടിച്ച് റെഡിയാക്കിയിട്ടൊക്കെയാണ് അങ്ങേര്. കിണ്ടി ഇത് പറഞ്ഞു പോലുമില്ല. കിണ്ടി എന്ന് കേട്ട അങ്ങനെ ഭ്രാന്താണ്. എന്ത് സാധനമാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾ കാണിക്കണ്ടേ? തൽക്കാലം എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കി വിടാനേ നിവർത്തിയുള്ളൂ, അല്ല വേറെ ഒരു വഴിയില്ല. മറച്ചു വയ്ക്കാം. അങ്ങനെ മറച്ചു പോയി. എന്താ സംഭവം? അല്ല സാറേ, അത് പിന്നെ ഇതായിട്ടുള്ള എന്തായിട്ടുള്ള അല്ല, പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് തൂക്കാൻ ഇറങ്ങി. ഏത് കുഞ്ഞ് തൂക്കാൻ ഇറങ്ങി? ഇവിടുത്തെ ഈ വീട്ടിലെ കുഞ്ഞ്. ഈ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടോ? അതല്ല, ഇയാളുടെ ഭാര്യ ഓ തൂക്കാൻ ഇറങ്ങിയപ്പോ ഒരു പട്ടിൽ പൊതിഞ്ഞിട്ട് ഒരു സാധനം അത് കിട്ടി. അതാണ് സംഭവം. ഒരു സാധനം കളഞ്ഞു കിട്ടി കഴിഞ്ഞാൽ സ്റ്റേഷനിൽ അറിയിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ലേ? അതെ, നമ്മൾ വിളിക്കാനായിട്ട് ഇരിക്കായിരുന്നു. അപ്പാണ് കോൺസ്റ്റബിൾ വന്നത്. അപ്പൊ നമ്മൾ കാര്യം പറഞ്ഞു. അപ്പൊ എന്ത് സാധനമാണ് കിട്ടിയത്? സാധനം അത് വേറെ ഇതിന്റെ ഒരു ഉണ്ട കണക്കത്തെയാണ്. ഇങ്ങനെ ഉണ്ട കണക്ക് ചെമ്പിലെ ചെമ്പമിനതോ? അതല്ലേ എന്ത് സാധനം പേരില്ലടാ, പേര് പറഞ്ഞാ പോയി. സാറേ, പിന്നെ അതെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് അടുത്ത് വെള്ളമൊക്കെ വെച്ച് ഇങ്ങനെ അത് തന്നെ. ആ ഒരു കേസിലാണ് നിങ്ങൾ ഈ 3 പേരും കൂടെ മനസ്സിലായില്ലേ? ശരി, സാർ, നമ്മൾ ത്രിസന്ധി സമയത്ത് വിളക്ക് വെക്കുമല്ലോ. ഈ വിളക്ക് വെക്കുമ്പോ അതിന്റെ താഴെയായിട്ട് നമ്മൾ വെള്ളം മനസ്സിലായി. ഒരു ചെറിയ തിരിയുടെ കേസ് കെട്ടിനാണോ നിങ്ങൾ ഈ 3 പേരും കൂടെ ഇവിടെ കിടന്ന് ഇപ്പോൾ ഉണ്ടാക്കുന്നത്? സാറിന് മനസ്സിലായില്ല. സാർ ഒന്നുകൂടെ ഒന്ന് ഏകാഗ്രതയോടെ നിന്ന് ചിലപ്പോൾ മനസ്സിലാവും. അതായത് നമ്മളിങ്ങനെ ഈ പിന്നെ ഇലയില്ലേ, വാഴയില ഇങ്ങനെ മുറിച്ചിട്ടിട്ട് അതിന്റെ സെന്റർ ഭാഗത്തായിട്ട് മംഗളകാരത്തിനൊക്കെ ഇങ്ങനെ സെന്റർ ഭാഗത്ത് ഒരു വിളക്ക് കത്തിച്ചിട്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് ചന്ദനത്തിരി മനസ്സിലായി. അതിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഡെഡ് ബോഡി വായിക്കാത്ത അരി മാത്രമല്ല, തലക്കരണ്ട് തേങ്ങ കൂടെ വെക്കും. കാര്യം നീയൊക്കെ വള്ളപ്പത്തോട്ട് എല്ലായിട്ട് വട്ടളക്കാതെ സാധനം കിട്ടാതെ കിട്ടിയെന്ന് പറയാം. സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. കിളിക്കത്തിലുണ്ട്, തിളക്കത്തിലില്ല. എന്റെ സാധനമല്ല. കീഴിൽ തുടങ്ങി ഇന്ത്യയിൽ അവസാനിക്കും. ഇന്ത്യയിൽ അവസാനിക്കും. കിണങ്ങാൻ വണ്ടി നിങ്ങൾ സത്യം പറഞ്ഞാൽ കിണങ്ങാൻ വണ്ടി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടോ പറഞ്ഞാട്ടോ നിങ്ങൾ കിണങ്ങാൻ വണ്ടി അറിയാവുന്നു? എനിക്കറിയത്തില്ല. എന്താന്ന് വെച്ചാൽ നിന്റെയൊക്കെ വായിക്കാത്ത എന്തായാലും നിങ്ങൾ ചുമ്മാ വായും കല്ലെന്ന് പറഞ്ഞ് നിൽക്കാതെ എന്താന്ന് വെച്ചാൽ താൻ കണ്ടേ ഒന്ന് പറയണോ? ഞാൻ കണ്ടതാണ് സാർ, പക്ഷെ ഞാനത് പറഞ്ഞാലേ എന്റെ ജോലി പോകും. ഇതെന്ത് സംഭവമാണ്? ഒരു പേര് വേറെ വിഷയമൊന്നുമില്ല. സാറിന് തിരുത്താരി കളിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒറ്റ ടൈം പറഞ്ഞുതരാം. വേറെ വിഷയമൊന്നുമില്ലല്ലോ. സംഭവം വേറെ ഒന്നുമല്ല.
സാറിനാണ് ഇവിടെ കളഞ്ഞിട്ട് സ്റ്റേഷനിൽ ചുമ്മാ ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ കളഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞു. അതല്ലെന്നെ കിണ്ടിയെന്ന്. കിണ്ടിയോ? ഓ എടാ, സാറെന്തിനാ എന്നെ ഇങ്ങനെ അടിക്കുന്നേ? നിന്നെ എന്തിനായിട്ട് അടിക്കുന്നോ? എടാ, ഇവിടുന്ന് കളഞ്ഞു കിട്ടിയ സാധനം കിണ്ടിയാണെന്ന് എന്നോട് പറയാതെ ഇരിക്കുന്ന നാട്ടുകാരുടെ വട്ടപ്പേര് പറഞ്ഞതിനാണ് റാസ്കലേ. സാറിന് ചെയ്യണ ഒരു കിണ്ടി ഉണ്ടാക്കിയ കഥ എന്ന ടൈറ്റിൽ കൊടുക്കാവുന്ന ഒരു സ്കിറ്റോട് കൂടി ഇവരിങ്ങനെ വിജയശ്രീ ലാളിതരായി നിൽക്കുകയായിരുന്നു. രസമുണ്ടായിരുന്നു. ഒരു ചെറിയ സ്കിറ്റ് നല്ല രസമായിട്ട് പറഞ്ഞു വെച്ചു. ഉല്ലാസേട്ടാ, ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ല സ്കിറ്റായിരുന്നു. പക്ഷെ കുറച്ച് പിന്നെ പെട്ടെന്ന് തീർന്ന പെട്ടെന്ന് തീർന്ന പോലെ. ദീപു ആയാലും മറ്റേ ഷാബു ഗംഭീരമായിട്ടോ. ഡെനീഷ് എൻട്രി ഒക്കെ ഗംഭീരമായിരുന്നു. ആ മീശ ഇങ്ങനെ പക്ഷെ ആ പോർഷനും കുറച്ച് കുറഞ്ഞു പോയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പെട്ടെന്ന് തീർന്ന പോലെ തോന്നി ട്ടോ. ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കുറച്ചുകൂടെ അത് കാണാൻ ആഗ്രഹിച്ചിരുന്നു. അത് പെട്ടെന്ന് തീർന്നു പോയി. മൊത്തത്തിൽ നല്ല സ്കിറ്റായിരുന്നു. അടിപൊളി. ചേട്ടാ, ദീപു അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല തകർത്തു. നല്ലൊരു സ്കിറ്റായിരുന്നു. ഒരു കിണ്ടിയിലെ ഈ പറഞ്ഞ പോലെ ഒരു കിണ്ടി വെച്ചിട്ടുള്ള സംഭവം സന്ധ്യയൊക്കെ നന്നായി ചെയ്തു. നിങ്ങൾ 4 പേരും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. നല്ല അടിപൊളി സ്കിറ്റായിരുന്നു. ഇപ്പോഴും എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. ആ കിണ്ടി അവിടെ എങ്ങനെ വന്നു? കിണ്ടി ആര് കൊണ്ടിട്ടെന്നുള്ളതാണ്. അതാണ്. ആരാണ് എഴുതിയാക്കാൻ അറിയാലോ ആരാണ് കൊണ്ടിട്ടത്? ആർട്ടുകാരാണ് കൊണ്ടിട്ടെന്ന് ഇപ്പൊ പറയൂ. കഥയിൽ ചോദ്യമില്ല. അതെ, അത് കഥാകൃത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അതെ. അപ്പൊ ഇനി അടുത്ത സ്കിറ്റിൽ ഇതിനുള്ള ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി രണ്ടാം ഭാഗം ഇറക്കാമല്ലോ, കിണ്ടി വന്ന കഥ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഓഡിയൻസിനോട് ചോദിക്കാം, ഇന്നത്തെ ഈ പെർഫോമൻസിന് നമ്മൾ ഇവർക്ക് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുന്നത്? 4 സ്റ്റാർസ് ആണ്. ആർക്കും ഒരു സംശയമില്ല, എല്ലാവരും 4 എന്നുള്ളത് എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പൊ 4 സ്റ്റാർസ് ആണ് ഇന്നത്തെ ഈ പെർഫോമൻസിന് ഓഡിയൻസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇവർക്ക് ഈ സമ്മാനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നെൽസൺ ചേട്ടനെയും ഉല്ലാസേട്ടനെയും സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. അടുത്തതായിട്ട് വേദിയിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. മിക്ക ദിവസങ്ങളിലും സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതൊരു അനുകരണ കലയോ അത്തരത്തിൽ എന്തെങ്കിലും സംഭവമായിരിക്കും. ഇന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ഇതൊരു മാജിക് ഷോ ആണ്. ഇതിനു മുമ്പും നമ്മുടെ ഇതേ വേദിയിൽ ചെറിയൊരു മാജിക് കൊണ്ട് നമ്മളെ ഞെട്ടിച്ചിട്ടുള്ളൊരു കലാകാരനാണ് വേദിയിലേക്ക് എത്താൻ പോകുന്നത്, സുധീഷ്. സുധീഷേ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇന്നൊരു പുതിയ ഷോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ. ശരി. അപ്പം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണോ? എന്തെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനുണ്ടോ? ഇല്ല, ഇപ്പോൾ ജഡ്ജസിന്റെ മുമ്പിൽ നമ്മുടെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ കണ്ടായിരുന്നു, നമ്മുടെ നെൽസൺ ചേട്ടൻ ഒരു മാജിക് അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേര് കേട്ട അല്ല എങ്കിലും ഇത്രയും പേര് കേട്ട കലാകാരന്മാരോട് ഉള്ളപ്പോൾ അവരുടെ മുമ്പിൽ ഒരു ചെറിയ മാജിക് ഷോ അവതരിപ്പിക്കാൻ പറ്റിയ സന്തോഷം. ഓക്കെ സുധീഷ്, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കാർഡ്സുകൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ Okay. എത്ര കാർഡ്സുകളാണ് ഞാൻ എണ്ണി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കാം. ഓക്കെ, ശരി. 1 2 3 4 5 6. ഓക്കെ, 6 കാർഡുകൾ നമ്മൾ എണ്ണി എടുത്തു. അപ്പോൾ ഈ ജാലവിധി യഥാർത്ഥത്തിൽ ഇതൊരു മാജിക്കായിട്ടല്ല ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് പഠിപ്പിച്ച് തരുമ്പോൾ എൻ്റെ മാഷ് ഈ മാജിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. പക്ഷേ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്താണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 6 കാർഡ്സ് ഉണ്ട് നമ്മളതിൽ. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഇതിൽ എൻ്റെ മാഷ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 1 2 3 3 കാർഡ്സ് ഇങ്ങനെ മാറ്റും. അപ്പോൾ എത്ര കാർഡ്സ് ആയിരിക്കും ടോട്ടൽ നമ്മൾ ഇനി എൻ്റെ കയ്യിലുള്ളത്? ഓക്കെ, 3 തന്നെ ആയിരിക്കും. പക്ഷേ എൻ്റെ മാഷ് ഇത് കാണിക്കുന്ന സമയത്ത് 1 2 3 4 5 6 വീണ്ടും തിരിച്ച് 6 കാർഡുകൾ വീണ്ടും ഉണ്ടാകും. അപ്പോഴെനിക്കൊരു അത്ഭുതം തോന്നി, ഇതെങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും ചെയ്ത് നോക്കി. പക്ഷെ ഞാൻ മാറ്റുന്ന കാർഡുകൾ 1 2 3 3 കാർഡുകൾ മാറ്റുന്നുണ്ട്. പക്ഷെ സാറ് ചെയ്യുന്ന സമയത്ത് 1 2 3 4 5 6. ചേട്ടാ, എൻ്റെ പ്രശ്നം അതല്ല. എൻ്റെ പ്രശ്നം അതല്ല. എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എങ്ങനെയാണ് സാറ് ചെയ്യുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതാണ് ഒരു പ്രോബ്ലം. മനസ്സിലായില്ലേ? ടോട്ടൽ നമ്മളെ കയ്യിൽ ഇപ്പോൾ എത്ര കാർഡുണ്ട്? 6 കാർഡ്. അപ്പോൾ 1 2 3 4 5 6 6 കാർഡ് നമ്മളെ കയ്യിലുള്ളൂ. സാർ ഇതിൽ നിന്ന് മാറ്റുന്ന 1 2 3 3 കാർഡ്സ്. എൻ്റെ കയ്യിൽ അപ്പോഴും 1 2 3 4 5 6. ഈ കഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ആകെ അങ്ങ് ഭ്രാന്തായി ഈ മാജിക് പഠിക്കുന്ന സമയത്ത്. അപ്പോഴും ഞാൻ ഇത് എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചു. അപ്പോൾ സാർ പറഞ്ഞു അറിയത്തില്ല, അത് ഇപ്പോഴേ പഠിക്കണ്ട, കുറച്ച് ആളുടെ കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇല്ല, പഠിച്ചില്ല. അല്ല, ചേട്ടൻ പറ, ഇതിനകത്ത് ഇപ്പോൾ എത്ര കാർഡ്സ് ഉണ്ട്? കറക്റ്റ് 6. ഉറപ്പന്നെ? അശ്വതി ഉറപ്പല്ലേ? ഓഡിയൻസ് ഉറപ്പല്ലേ? അപ്പോൾ എല്ലാവരും ഒരുമിച്ച് 6 കാർഡാ. ഓക്കെ, ഒന്ന് എണ്ണിക്കോളണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു കൈയ്യടി കൊടുക്കാം. നമ്മൾ എൻജോയ് ചെയ്തില്ലേ ഇത്രയും സമയം? എന്ത് പറയുന്നു മാജിക് ഗർ? 2 മാജീഷ്യൻസ് ആണ് ഇരിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചതെല്ലാം എനിക്കറിയായിരുന്നു ഇതേ പറയുള്ളൂ. താങ്ക് യു മാഷ്.
അല്ലേ നമ്മൾ പഠിപ്പിച്ച അതേപോലെ തന്നെ. അതെ 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 അത് ഞാനിങ്ങനെ വീക്ഷിക്കുക എന്തെങ്കിലും തെറ്റ് പറ്റിയിരുന്നെങ്കിൽ ഇതുപോലെ രണ്ട് മഹത് വ്യക്തികളുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. അവർക്കോ ഈ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഒരു നാണവും ഇല്ല. നീ എങ്കിലും അത് പറയരുത്. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. വെരി ഗുഡ്. ഓക്കെ സുധീഷ്, അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരു കാര്യം പറഞ്ഞോളൂ. ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് എനിക്കിന്നിവിടെ ഒരു മാജിക് ഷോ അവതരിപ്പിക്കുവാൻ ഒരവസരം തന്ന നമ്മുടെ ഫിറോസിക്ക, ഗ്രൂമേഴ്സ് ഒരുപാട് പേര് സഹായിച്ചു. പിന്നെ ഒത്തിരി സന്തോഷം എൻ്റെ അമ്മയും വല്യമ്മയുടെ എത്തിയിട്ടുണ്ട്. അമ്മയുടെ സന്തോഷായില്ലേ മോൻ പെർഫോം ചെയ്യണ കണ്ടപ്പോ? അപ്പോ വലിയൊരു മജീഷ്യൻ ആയിട്ട് അറിയപ്പെടാൻ സാധിക്കട്ടെ സുധീഷ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വിക്രമാ, ഞാൻ വന്ന്. വിക്രമനെ കണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്. ഏത്? ഞങ്ങൾ അപ്പുറത്തെ ഫ്ലോറിൽ ഒരു പ്രോഗ്രാം വന്നാണേ. കൂടെ വന്ന ആളാണോ? കൂടെ വന്ന ആളാണ് വിക്രമൻ. ഇച്ചിരി കനമുള്ള ഇങ്ങോട്ട് വന്നായിരുന്നു. നിങ്ങൾ ആരാ? മനസ്സിലായില്ല. മനസ്സിലായില്ല. ഞാനോ? കൊല്ലം ജില്ലാ കളക്ടർ. ഒരാളെ കണ്ടറിഞ്ഞൂടെ ഇത് ഊതിക്കൊണ്ട് വരുമ്പോ പാമ്പാട്ടിയാണെന്ന് അറിഞ്ഞൂടെ? എന്താ പേരെന്താ? എന്റെ പേരാ സർപേഷ് കുമാർ. സർപേഷ് കുമാർ. വീട് എവിടെ? കൊല്ലം. കൊല്ലം. മിക്ക പാമ്പാട്ടികളുടെയും വീട് കൊല്ലത്താണ് അല്ലേ? ശരിയാണ്. ഏകദേശം അത്യാവശ്യം പാമ്പാട്ടികളുടെയൊക്കെ വീട് കൊല്ലത്താണ്. ബാക്കി കുറെ പേര് അങ്ങ് പരലോകത്താ. നമസ്കാരം. നമസ്കാരം. നാഗമാണിക്യം കണ്ടിട്ടുണ്ടോ? ഞാൻ രാജമാണിക്യം കണ്ടിട്ടുണ്ട് 2 പ്രാവശ്യം. ഞാനും കണ്ടിട്ടുണ്ട്. ആരടാ ചോദിക്കാൻ വന്ന? കാണണോ രാജമാണിക്യം? എന്ത് രാജമാണിക്കോ? തൊട്ട് നോക്കി. ഇതിനകത്തുണ്ടോ? ശരിക്കും? ചുമ്മാ തൊട്ടാ മതി? ഇത് അനങ്ങണ്ടല്ലോ. പിന്നെ പാമ്പിന്റെ തലയിൽ തൊട്ടാ പിന്നെ അത് അനങ്ങ. പാമ്പിന്റെ തലയിലാണ് നാഗമാണിക്യം. ഇതിനകത്ത് പാമ്പുണ്ടോ? അയ്യോ, കണ്ട അവനെ ഉണത്തി. തന്നെ മുത്താണ് ഈ കിടക്കണേ. നീ ഇന്നെ ഉറക്കണമല്ലോ ഇത്. പാമ്പിനെ ഉറക്കുന്ന പാമ്പേ വാവാവോ എന്റെ മുത്തേ വാവാവോ. പാമ്പേ വാവാവോ എന്റെ മുത്തേ വാവാവോ. നീലക്കൂട്ടിനുള്ളിൽ കിടന്നുറങ്ങൂ വാവാവോ. ഓലക്കൂടിനുള്ളിലിരുന്നുറങ്ങൂ വാവാവോ എന്റെ മുത്തേ വാവാവോ. ഹലോ, ഉറങ്ങിയോ? കേട്ടാ ശല്യപ്പെടുത്തല്ലേ? പറഞ്ഞോ. പാമ്പ് പടം പൊഴിക്കുന്നത് എന്തിനാണ്? ഒരു 100 ദിവസം ഓടണം, മുടക്കിയ കാശ് തിരിച്ചു കിട്ടണം. നമ്മളൊക്കെ പടം പിടിക്കുന്ന അതിന് വേണ്ടിയില്ല. അയ്യോ, പടം പിടിക്കുന്ന കാര്യമല്ല വെച്ച്, പടം പൊഴിക്കുന്നത് എന്തിനാണെന്ന്. പാമ്പ് പടം പൊഴിക്കുന്നത്. ഒരു ഷർട്ട് എത്ര ദിവസം ഇടും? 1 ദിവസം. ആണോ? അതുപോലെ തന്നെ പാമ്പ് ഇട്ട് കഴിയുമ്പോൾ ഒരു ഇറിറ്റേഷൻ വരും. അത് കളയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം എടുത്ത് പാമ്പ് പടം പൊഴിച്ചുള്ളത്. നമ്മൾ ഷർട്ട് എന്നൊക്കെ പറയുന്നു, ബനിയൻ എന്നൊക്കെ പറയുന്നു, പാമ്പ് പടം. സംശയങ്ങളാണ് ചോദിക്കാമല്ലോ. പിന്നെ തീർച്ചയായിട്ടും വിചാരിക്കുന്നത് ഈ പാമ്പുകൾ ഇണ ചേരുമ്പോൾ മനുഷ്യൻ കാണുമ്പോൾ പാമ്പിന് ഭയങ്കര ദേഷ്യം വരുമെന്ന് പറയാൻ സത്യമാണോ? നല്ല ചോദ്യം അത്. നല്ല ചോദ്യമല്ലേ? ഞാൻ ഒരു കാര്യം മാന്യമായിട്ട് അങ്ങോട്ട് ചോദിച്ചോട്ടെ. ചോദിക്കും. ഒരു മനുഷ്യന്റെ ആദ്യ രാത്രിക്ക് ഏതെങ്കിലും ഓടിളക്കി നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് സഹിക്കുമോ? അതില്ല. അവനെ ഓടിച്ചിട്ട് അടിക്കും. പാമ്പും അത്രേ ഉള്ളൂ. പാമ്പ് ഓട്ടിച്ചിട്ട് കടിക്കും. ഇതേ ഉള്ളത് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. വേറെ എനി അതർ ഡൗട്ട്സ്? ഈ വ്യത്യസ്ത രീതിയിലുള്ള ഏതെങ്കിലും പാമ്പിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു ദിവസം പഞ്ചവൻ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ. ഏത് കാട്? പഞ്ചവൻ. അതൊന്നും അറിയില്ല. പിടിക്കാൻ പോണ ഞങ്ങള് വായിച്ചു കേട്ടിട്ടേ ഉള്ളൂ. ആണോ? ഞാനും കേട്ട് വായിച്ചിട്ടേ ഉള്ളൂ. അതായത് ഈ കാട്ടിൽ കൂടെ നടന്നു പോയപ്പോ ഫ്രണ്ടിൽ കിടക്കും ഒരു ഫ്രീക്ക് പാമ്പ്. ഫ്രീക്ക് പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാ പാമ്പിന്റെ തല, താടി, വലിയ മുടിവ്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് കിടക്കും. അതെങ്ങനെയാ? താടി മുടിയൊക്കെ ഉള്ള അതൊക്കെ വെറുതെ പറയുന്നതാണ്. താടി മുടി കൂളിംഗ് ഗ്ലാസ് എന്ന് ചുമ്മാ പറയുന്നത്. പാമ്പ്, പാമ്പ്. അതെങ്ങനെ കാണും? ഞാൻ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏതോ ഒരു ഫ്രീക്കൻ ഈ പാമ്പിനെ കണ്ട് അതുമായിട്ട് സെൽഫി എടുക്കാൻ ചെന്നതാ. പാമ്പ് വിഴുങ്ങി തല മാത്രമേ പുറത്തു വന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ ലോങ്ങിന്ന് നോക്കിയപ്പം വിചാരിച്ചു ഫ്രീക്ക് പാമ്പാണ്. പാമ്പിന്റെ തല ഏതാ അയാളുടെ തല മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ല, ഒന്നും അറിയാൻ പറ്റിയില്ല. അതാണ് പ്രശ്നം. ഈ വിഷമുള്ള പാമ്പിനെയും വിഷമില്ലാത്ത പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാം?
ഗുഡ് ക്വസ്റ്റ്യൻ ആ, ആണ്. good ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. question. അതായത് വിഷമില്ലാത്ത പാമ്പിനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ചില പ്രത്യേക പാമ്പുകളാണ്. അതായത് ഫോട്ടോ ഇരിക്കുന്ന പാമ്പ് അത് കടിക്കില്ല, വിഷമില്ല. ഫോട്ടോയുള്ള പാമ്പിന് വിഷമില്ല. വിഷമില്ല. പിന്നെ മുട്ടയ്ക്കകത്തിരിക്കുന്ന പാമ്പ് ആ അതിന് വിഷമില്ല, കടിക്കില്ല. കടിക്കില്ല. പോരെ. അനക്കൊണ്ട അനക്കൊണ്ട കണ്ടാലേ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നടന്നു പോണ വഴിക്ക് ഒരു പാമ്പ് വഴി കിടക്കുകയാണ്. ഓക്കെ. അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അനങ്ങുവാണെങ്കിൽ അനങ്ങുവാണെങ്കിൽ ആ അനക്കൊണ്ട. അനക്കൊണ്ട. അനങ്ങിയില്ലെങ്കിലോ? അനങ്ങിയില്ലെങ്കിൽ അനക്കണ്ട. അനക്കാണ്ട് അവിടെ നിന്ന് പോയപ്പോരേ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, അതിന് അനക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ മുകളിലോട്ട് വന്നിട്ട്? ഇല്ല ഇല്ല ഇല്ല. ഒരു പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നും ഇല്ല, ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അത് അവിടെ അനങ്ങാണ്ട് അത് കടന്നോട്ടെ, നമ്മൾ മിണ്ടാണ്ട് അങ്ങ് പോയാൽ മതി കേട്ടാ. കുടുംബത്തിൽ ജോലി ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഏതാ? കുടുംബത്തിൽ എന്റെ അമ്മാവൻ. അമ്മ ഉണ്ടോ? അമ്മാവെന്ന് പറഞ്ഞാൽ കീട്ടിലും പാമ്പ് വിദഗ്ധനാണങ്ങേര്. അതെ. ആ പുള്ളി ഒരു ദിവസം വഴി കൂടെ നടന്നു പോയപ്പോ ഫ്രണ്ടിൽ നിൽക്കുക ആ ഒരു മുട്ടൻ, ഒരു രാജീവെമ്പാല. രാജീവ് വെമ്പായോ? ഗുണ്ടയാണോ? രാജീവെമ്പായോ? പിന്നല്ലേ പറഞ്ഞ രാജ്യവെമ്പാല. രാജ്യവെമ്പാല. ആ രാജ്യവെമ്പാല. രാജവെമ്പാല. ആ രാജവെമ്പാല ഫ്രണ്ടിൽ നിൽക്കുക. ആ ആ പുള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ പോയ, തിരിഞ്ഞോടാന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ ബാക്കിൽ നിൽക്കുക മൂർഖനും കുടുംബവും. മൂർഖനും കുടുംബവും. മൂർഖനും കുടുംബവും ബാക്കിൽ നിൽക്കുന്നു, ഫ്രണ്ടിൽ രാജ്യവെമ്പാല നിൽക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ ഒന്നും പറ്റില്ല. ചെയ്യാൻ പറ്റില്ല. പുള്ളി പെട്ടെന്ന് കൈയിരുന്ന കത്തി എടുത്തിട്ട് കാലിന്റെ ചരമ്പര ഒറ്റ മുറിക്കൽ. ശ്ശേ. ആ അതെന്തിന്? പാമ്പ് കടിച്ചു കഴിഞ്ഞ വിഷം ഇതുവഴി അങ്ങ് പോയിക്കോളും. മേലോട്ട് കയറത്തില്ല. ബ്ലഡ് ഇങ്ങനെ മേലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കയറില്ല, ഇതുവഴി അങ്ങ് ഓ പോകും. ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബുദ്ധിയാണ് കൂടി. ഇത് കണ്ടിട്ടുണ്ടല്ലോ, ആ. രാജ്യം പല ചമ്മി നാറി. ഇനി കടിച്ചിട്ട് കാര്യമില്ലല്ലോ, പുള്ളി ചമ്മി അങ്ങ് പോയി. മൂർഖനൊക്കെ അതിന് മുമ്പേ മൂർഖനും കുടുംബം പോയി ചമ്മിട്ട്. അമ്മാവനോ? അമ്മാവൻ ചമ്മി അങ്ങ് മേലോട്ട് പോയി, ചത്ത്. അമ്മാവൻ രക്തം മാർന്ന് അങ്ങ് മേലോട്ട് അങ്ങ് പോയി. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇതിലും ഭേദം ആ പാമ്പ് കടിക്കുന്നതായിരുന്നു. തന്നെ കുറെ നേരമായി പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ പാമ്പിനെ പാമ്പെന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കുന്നത്? അദ്ദേഹത്തെ ഞങ്ങളൊക്കെ അത്രത്തോളം ബഹുമാനിച്ചാണ് സംസാരിക്കുന്നത്. ആ പാമ്പിനെ അദ്ദേഹത്തെ അതിഥി എന്ന് വിളിക്കണം. അതിഥി. പാമ്പിനെ അതിഥി എന്ന് വിളിക്കണോ? ആ അത് ശരി. എന്തേ? ഈ അതിഥി കടിച്ചാൽ എന്ത് ചെയ്യും? അതോ ഗതി, അല്ലെങ്കിൽ നിങ്ങളുടെ വിധി. അത്രയും കരുതിയാണ്. അത്രേ ഉള്ളൂ. വിക്രമാ. അതെ, ഈ കുറെ നേരമായാലും വിക്രമ എന്ന് വിളിക്കുന്നത്. ഇത് ആരാണ് ഈ വിക്രമൻ? അപ്പുറത്തെ ഫ്ലോറിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇപ്പൊ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ ചോദിച്ചത്, നിങ്ങളുടെ സുഹൃത്താണോ അതോ ഡ്രൈവറെ വല്ലതാണോ? എന്റെ പൊന്നെ, എന്റെ സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മൂർഖം പാമ്പ്. ആ അതിങ്ങോട്ട് ഫ്ലോറിലോട്ട് വന്ന് കയറി. എവിടെ? കുഴപ്പമില്ല, ഞാൻ പോയി കഴിഞ്ഞാലും ടെൻഷൻ അടിക്കണം. നിങ്ങൾ ആരെങ്കിലും അതിന് പിടിച്ചു വെച്ചിരുന്നാ മതി. എവിടെ? ഇത്ര നേരം ഞാൻ ഇവിടുന്ന് പോകാനായിരുന്നല്ലോ നിർബന്ധം. നിങ്ങൾ ആരെങ്കിലും അവർ പിടിച്ചു വെച്ചാൽ മതി. ഇവിടെ ഉള്ള ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കടിക്കാൻ നേരത്തെ നിങ്ങൾക്ക് അറിയാൻ പറ്റൂല. അപ്പൊ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്ന് പിടിച്ചോളാം. വിക്രമാ. കോമഡി മസാലയുടെ ഇന്നത്തെ ചിരി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു എപ്പിസോഡിൽ കൂടുതൽ പുതുമയോടെ. ബൈ.